ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഫ്രോക്ക് കുർത്തി സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 മീറ്റർ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെസ്റ്റ് പാർട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെസ്റ്റ് പാർട്ടിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മൾ ഒരുമിച്ചാണ് ഇവിടെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 22 ഇഞ്ച് വീതിക്ക് ലെങ്ത് 15.5 ഇഞ്ചും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് രണ്ടായിട്ട് മടക്കാം. അതായത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മളിവിടെ ഒരുമിച്ച് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു ഓപ്പൺ ഉള്ള ഭാഗത്ത് 4 പീസായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കി മെഷർമെൻറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കഴുത്തകലം ഞാനിവിടെ 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഷോൾഡറും അതുപോലെ തന്നെ 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ അളവിനനുസരിച്ചിട്ട് നമുക്കിതിൽ മാറ്റം വരുത്താം. അപ്പോൾ ഞങ്ങളുടെ ഒരു പഴയ കുർത്തിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് അളവ് കണ്ടുപിടിച്ച് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ആം ഹോൾ 6 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം 1.5 ഇഞ്ച് ആ കോർണറിൽ നിന്നും അകലം എടുത്തിട്ട് നമുക്കിതുപോലൊന്ന് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ആം ഹോൾ ഷേപ്പിൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഷേപ്പ് വരച്ച് കഴിഞ്ഞു. അതിന് ശേഷം നമുക്കിവിടെ നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രണ്ട് നെക്കിന് 6 ഇഞ്ചും ബാക്ക് നെക്കിന് 4 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പ് വരച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിലാദ്യം നമ്മൾ ഫ്രണ്ട് 4 ഇഞ്ചാണ് ആദ്യം കട്ട് ചെയ്ത് മാറ്റുന്നത്. അത് മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്ക് പാർട്ടിൻ്റെത് കട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പാർട്ടിൻ്റെ 6 ഇഞ്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 1 ഇഞ്ച് താഴ്ത്തിയിട്ട് ഇതുപോലൊന്ന് ഷേപ്പ് വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ വരച്ച ഷേപ്പിനനുസരിച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ആ ഒരു 6 ഇഞ്ച് കട്ട് ചെയ്തെടുക്കാം. ദെൻ നമുക്ക് കഴുത്തിൽ ഈ ഒരു പൈപ്പിംഗ് വെച്ചിട്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞു, ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും. അതിന് ശേഷം നമുക്ക് ഈ 2 പാർട്ടും ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മളിവിടെ സ്ലീവ് കട്ടിംഗ് ആണ്. അപ്പോൾ സ്ലീവ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പീസ് ആയിട്ട് എടുത്തിട്ടുണ്ട്, 2 സ്ലീവിന് വേണ്ടിയിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 15 ഇഞ്ചാണ് ലെങ്ത് എടുത്തിട്ടുള്ളത്, 20 ഇഞ്ച് വിഡ്ത്തും എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് ഇതുപോലെ രണ്ടായിട്ട് മടക്കാം. ഞാൻ ഇവിടെ 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം താഴ്ത്തി ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തു. ചെറിയൊരു പഫ് സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ സാധാരണ സ്ലീവ് പോലെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ മേൽഭാഗത്ത് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിവിടെ ചെറിയ ഞൊറിയിട്ട് ഈ ഒരു പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ദെൻ ഷോൾഡർ സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഈ ഒരു ചെസ്റ്റ് പാർട്ടിലോട്ട് ഈ ഒരു സ്ലീവ് വെച്ചിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. അതിന് ശേഷം നമുക്കിവിടെ ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് ഈ ഒരു ഷോൾഡറുമായിട്ട് ഈ ഒരു സെൻറ്റർ പാർട്ടിലോട്ട് ഡോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു 2 വശത്തും നമുക്കിതുപോലെ തന്നെ ഡോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഡോട്ട് സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു.
അതിനുശേഷം ഇവിടെ സ്കർട്ട് പാർട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ലെങ്തിലും വിഡ്ത്തിലും നമുക്കിവിടെ സ്കർട്ട് പാർട്ടിൻ്റെ 2 പീസും ഫ്രണ്ട് പാർട്ടിനും ബാക്ക് പാർട്ടിനും വേണ്ടിയിട്ടുള്ള തുണി കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഒരു 2 പാർട്ടിലും ഇതുപോലെ ഞൊറിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ചെസ്റ്റ് പാർട്ടിലോട്ട് ഈ ഒരു സ്കർട്ട് പാർട്ടിൻ്റെ പാർട്ട് നമുക്ക് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 പാർട്ടിൽ നമ്മൾ സ്കർട്ട് പാർട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു 2 വശത്തും നമ്മുടെ കറക്റ്റ് ഷേപ്പിനനുസരിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ആര്യക വശം ഇതുപോലെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇന്നത്തെ ഫ്രോക്ക് കുർത്തി സ്റ്റിച്ചിങ് ഇതാണ്. അപ്പോൾ അതിൽ ഞാൻ 2 ടൈലൂടെ 2 വശത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്